ഈ കാണുന്ന വ്യക്തിയെ കണ്ടോ? കുഞ്ഞു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയതാ. ആകെയുള്ളത് അമ്മയും ചെറിയച്ഛനുമാണ്. അവരും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആകെയുള്ളത് ഒരു നായ മാത്രമാണ്. ഈ നായയെ കണ്ടെത്തി കൊണ്ടുപോകുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കാണിക്കുന്നത്. ആർക്കെങ്കിലും ചെറിയച്ഛനും അമ്മയും കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു സഹായമായിരിക്കും. ഇവിടെയായിരുന്നു വീട്, മുകളിലാണ്. അപ്പോൾ ആരൊക്കെ എങ്ങനെയത്? ചേച്ചി ചെറിയച്ഛനാ. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ. ചെറിയച്ഛനെ കണ്ടെത്തിയില്ല. ഇല്ല, പട്ടി കിട്ടി. ഈ പട്ടിയെ അവിടുന്ന് 4 പട്ടികളിൽ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിനെ കൂട്ടിയിട്ടാണ്. ഈ ചേട്ടൻ്റെ വീട് അവിടെയായിരുന്നു, മുകളിൽ. ഇവരെ ബാക്കി ആരാ ഉള്ളത്? ഇവര് മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ? അമ്മ ക്യാമ്പിലുണ്ട്. കിട്ടിയോ? ഇങ്ങനെ കിട്ടിയില്ല അല്ലേ? ഇപ്പോൾ കുറേ ദിവസമായിട്ട് തിരയുന്നു. ഞങ്ങൾ പോകുമ്പം വണ്ടി വിളിച്ചല്ലേ. ഓക്കെ, അപ്പോൾ ഇവനെ കിട്ടിയല്ലേ? ഹിറ്റാച്ചിയും JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മുണ്ടക്കൈ ടൗണിലും പുഞ്ചിരിമേട് പ്രദേശത്തും. ഇത് മുണ്ടക്കൈയിലുണ്ടായിരുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളി ഭാഗികമായിട്ടും തകർന്ന ഒരു അവസ്ഥയിലാണ് ഈ ഉരുൾപൊട്ടലിൽ. അപ്പോൾ അതിൻ്റെ ഉൾവശത്തും പുറത്തുമൊക്കെ ആയിട്ട് നിരവധി ചളിയും വലിയ പാറക്കഷ്ണങ്ങളും തടിക്കൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ മണ്ണിനടിയിൽ മറ്റ് 200ഓളം ശരീരങ്ങൾ ഇപ്പോഴും കാണാമറയത്താണ്. അപ്പം ഈ ഒരു തെരച്ചിൽ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇനി മണ്ണിനടിയിലുള്ള ശരീരങ്ങളെ വീണ്ടെടുക്കുക, അത്തരം ശരീരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വഴി, ഇതൊരു വഴിയായിരുന്നു. ഈ വഴി ഇങ്ങനെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്കാണ്, ആ മലയുടെ ആ പ്രദേശത്തേക്കാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി വീടുകളുണ്ടായിരുന്നു. ഏകദേശം 600ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പ്രദേശത്തെയാണ് പുഞ്ചിരിമേട് എന്ന് വിളിക്കുന്നത്. ആ പ്രദേശം വലിയ രീതിയിലുള്ളൊരു ജനസാന്ദ്രതയുള്ള ആളുകൾ അടുത്തടുത്തായി തിങ്ങിപ്പാർത്തിട്ടുണ്ടായിരുന്ന, വീട് വെച്ച് തിങ്ങിപ്പാർത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ അന്വേഷണം, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡിനെയും അതുപോലെ തന്നെ മറ്റ് റഡാർ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു മേഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മേഖലയാണ്. ഈ പുഞ്ചിരിമേട് എന്ന് പറയുന്ന ഈ മേഖലയാണ്. ഒപ്പം ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ടൗണും. ഇത് മുഴുവൻ ടോപ്പ് എൻഡ് വരെ റോഡാണ്. അവിടെയൊക്കെ നിരവധി വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. ഏകദേശം 600 വീടുകളുണ്ടായിരുന്നു, 400 വീടുകളും ഇല്ലാതായി. ഈ ഒരു പകുതി വരെ ഈ റോഡ് പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ പാറയും വലിയ മരക്കഷ്ണങ്ങളും ചളിയും വന്ന് പതിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ സേനാ അംഗങ്ങളും അതുപോലെ തന്നെ തെരച്ചിൽ സംവിധാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ അംഗങ്ങളും ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമേട് പ്രദേശത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കാണാം. ഈ വാഹനങ്ങളിലൊക്കെ മുഴുവൻ ആളുകളും ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ്. ചൂരൽമലയിലുള്ള അന്വേഷണം, തെരച്ചിലൊക്കെ ഏതാണ്ട് പൂർത്തിയായ ഒരു സാഹചര്യമാണ്. കാരണം അവിടെ നിന്ന് കൂടുതൽ ബോഡികൾ ഇനി കണ്ടെത്താനില്ല എന്നൊരു സ്ഥിരീകരണത്തിലാണ് സേനയും മറ്റ് വിഭാഗങ്ങളും മറ്റ് അന്വേഷണ വിഭാഗങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദുരന്തം ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ടൗണിലും അതോടൊപ്പം തന്നെ ആ പ്രദേശമായ ഉരുൾപൊട്ടൽ ഉത്ഭവിച്ച ആ പ്രദേശമായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ആ പ്രദേശമായ അവിടത്തേക്കുമുള്ള അന്വേഷണം, തെരച്ചിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതലേ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സേനാ വിഭാഗവും ഒപ്പം മറ്റ് സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഇരു കൈ മറന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഏതാണ് ഈ വാഹനം എന്നും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇതിവിടെ കിടക്കുകയാണ്. ഉരുൾ പൊട്ടി വന്ന്
അതിൽ ഇതിൽ നിലംപരിശായിട്ടുള്ളൊരു വാഹനമാണ്. അങ്ങനെ വാഹനം മാത്രമല്ല, അങ്ങനെ നിരവധി ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ഈ പ്രദേശമൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന വലിയൊരു ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന, അല്ലെങ്കിൽ അടുത്തടുത്തായിട്ട് നിരവധി കൺസ്ട്രക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ആ പ്രദേശമാണ് ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ഒരു ദുരന്ത ഭൂമിയായിട്ട് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭാഗമാണ് ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ വയനാട് ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഘാത മേഖല. അപ്പം 5-ാം ദിനം മുഴുവൻ തെരച്ചിൽ സംവിധാനവും ഇപ്പം ഇവിടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 200-ൽ പരം ബോഡികൾ ഇപ്പോഴും കാണാമറയത്താണ്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് ലഭിക്കുമോ, അത്തരം ബോഡികൾ ഇവിടുന്ന് ലഭിക്കുമോ എന്നാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡുണ്ട്, മറ്റ് റഡാർ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ സേനയുടെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജിതമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.